കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു കഥയാണ് ഇട്ടത്. പലരും ചിലപ്പോഴൊക്കെ ഇത് കേട്ട് കാണും. ദയയുടെയും ആകാശിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അതോടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ദിയയെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ സഹി കെട്ടിട്ട് ദിയ തന്നെ ഒരു ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. ഭർത്താവിനെയും കൂട്ടിയിട്ട് അവൾ ആശുപത്രിയിലെത്തി. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ആകാശിനോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ദയയെ മാത്രം മുറിയിൽ നിർത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങളുടെ ഭർത്താവിനാണ് പ്രശ്നം. ആ വാക്കുകൾ കേട്ടിട്ട് ദിയ ഞെട്ടിപ്പോയി. ഭർത്താവിനെ വിഷമിപ്പിക്കാതെ എങ്ങനെ ഈ വിവരം പറയുന്നോർത്തിട്ട് അവൾ വിഷമിച്ചു. ഒടുവിൽ ദിയ ആകാശിനോട് സത്യം തുറന്നു പറഞ്ഞു. ആകാശ് ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും ദിയയുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടറെ കാണാൻ സമ്മതിച്ചു. ആകാശിൻ്റെ പരിശോധനാ ഫലം വന്നപ്പോൾ ദിയ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. പക്ഷെ അതോടെ ആകാശിൻ്റെ ദേഷ്യം മാറി. അവൻ ദിയയോട് ദേഷ്യപ്പെടാനും അകലം പാലിക്കാനൊക്കെ തുടങ്ങി. ദിയയുടെ നല്ല വാക്കുകൾ പോലും അവനെ ചൊടിപ്പിച്ചു. ഒരു ദിവസം ആകാശ് ദേഷ്യത്തോടെ ദിയയോട് പറഞ്ഞു, എനിക്ക് വേറെ വിവാഹം കഴിക്കണം, കുട്ടികളില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. ഈ വാക്കുകൾ ദിയയെ തളർത്തിക്കളഞ്ഞു. ആകാശിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്ന് അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ദിയയുടെ അവസ്ഥ കൊണ്ട് അവളുടെ അച്ഛൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആകാശ് ദിയയെ വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ആകാശിൻ്റെ വീട്ടുകാർ ദിയയെക്കുറിച്ചുള്ള മോശം കഥകൾ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു തുടങ്ങി. ഒടുവിൽ ദിയ ഒരു കൗൺസിലറിനെ കാണാൻ തീരുമാനിച്ചു. കൗൺസിലിങ്ങിനിടയിൽ ദിയയുടെ സംസാരത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൗൺസിലർക്ക് മനസ്സിലായി. ആകാശിൻ്റെ പെരുമാറ്റത്തിലെ പൊരുത്തക്കേടുകൾ അദ്ദേഹത്തിലൊരു സംശയം ജനിപ്പിച്ചു. തുടർന്ന് കൗൺസിലർ ആകാശിൻ്റെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും രഹസ്യമായിട്ട് നിരീക്ഷിച്ചു. അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം ആകാശിൻ്റെ ഒരു സുഹൃത്ത് കൗൺസിലറെ കാണാനെത്തി. ആകാശിൻ്റെ പെരുമാറ്റത്തിൽ തനിക്ക് സംശയമുണ്ടെന്ന് അയാൾ തുറന്നു പറഞ്ഞു. ആകാശിന് ആരോ മരുന്ന് നൽകി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് തനിക്ക് തോന്നുന്നു അയാൾ അറിയിച്ചു. കൗൺസിലറുടെ നിർദ്ദേശപ്രകാരം ആ സുഹൃത്ത് ആകാശിൻ്റെ മുറിയിൽ ഒരു രഹസ്യ ക്യാമറ വെച്ചു. 2 ദിവസങ്ങൾക്കുള്ളിൽ സത്യം പുറത്തു വന്നു. ആകാശിൻ്റെ സഹോദരിയാണ് അവന് മരുന്ന് നൽകിയിരുന്നത്. ആകാശിൻ്റെ സ്വത്തിന് അവകാശിയാകാൻ വേണ്ടിയായിരുന്നത്. മരുന്ന് നൽകിയ ആകാശിനെ ഒരു മാനസിക രോഗിയായിട്ട് മാറ്റുകയായിരുന്നു അവളുടെ ലക്ഷ്യം. തുടർന്ന് പോലീസ് സഹോദരിയെ അറസ്റ്റ് ചെയ്തു. ആകാശിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ചികിത്സയ്ക്ക് ശേഷം ആകാശിന് പൂർണ്ണമായും സുഖം പ്രാപിച്ചു തുടങ്ങി. ദിയയെയും കുട്ടിയെയും ജീവിതത്തിലേക്ക് കിട്ടിയതോടെ ആകാശ് സന്തോഷത്തോടെ കുറേ കാലം ജീവിച്ചു. കാലം കടന്നുപോയപ്പോൾ ആകാശും അവൻ്റെ കുടുംബവും ദിയയോട് ചെയ്ത എല്ലാ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് പശ്ചാത്തപിച്ചു. ഇന്ന് ആകാശിൻ്റെ കുടുംബത്തിന് ദിയ ജീവനാണ്. ഇതാണ് ആ കഥ. വീണ്ടും നമ്മൾ ഒരു കഥയുമായിട്ട് നാളെ എത്തും.